നഷ്ടപ്പെട്ടു പോയ, തകർന്നു പോയ ആത്മീക ബന്ധങ്ങളിൽ ഒരു ദൈവിക ഇടപെടൽ നടന്ന് ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കാമോ? മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകി തന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗം നമുക്കറിയാം. പെട്ടെന്നുള്ള ദൈവിക ഇടപെടലുകൾ എന്നുള്ളൊരു ഭാഗമാണ്. പല വചനഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ച് തുടങ്ങി. ആത്മാവ് ഇന്ന് ഇതുമായിട്ട് കണക്റ്റഡായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്താൽ ലഭിക്കപ്പെട്ടതും എന്നാൽ പിന്നത്തേതിൽ മാനുഷികമായിട്ട് കടന്നു വന്നതുമായ ചില പ്രതികൂലങ്ങൾ നിമിത്തം തകർന്നു പോയ ആത്മീക സ്നേഹ ദൈവിക ബന്ധങ്ങളെ ദൈവം പുനഃസ്ഥാപിക്കുവാൻ പോകുന്നു. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 10-ാമത്തെ വാക്യം, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. യെഹെസ്കേൽ എന്ന് പറയുന്ന ദൈവമനുഷ്യനെ അസ്ഥി താഴ്വരകളിലേക്ക് ദൈവം നയിക്കുകയും ആ അസ്ഥി താഴ്വരകളുടെ അകത്തളങ്ങളിൽ ഒരു ദൈവിക ഇടപെടലിനായിട്ട് ദൈവം അവനെ തിരയുകയും ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ദൈവഹിതപ്രകാരമുള്ള മറുപടി പറയുകയും അത് ദൈവത്തിന് പ്രസാദകരമായപ്പോൾ ആ യെഹെസ്കേലിനെ തന്നെ ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് അവൻ്റെ ശബ്ദത്തെ ദൈവം ഉപയോഗിക്കുന്നതുമാണ് 37-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു ചോദ്യത്തോടു കൂടിയ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? നമ്മളും ഇതുപോലെ പല ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. ഇതിനകത്തൊരു വിടുതലുണ്ടാകുമോ? ഈ വിഷയം എന്ന് പര്യവസാനിക്കും? ഇതിനകത്തൊരു സാധ്യത കാണുമോ? എന്തുപോലെ ചോദ്യമാണ് ഇവിടെ. ജീവിക്കുമോ? യെഹെസ്കേൽ യഥാർത്ഥത്തിൽ എന്തോ മറുപടി പറയേണ്ടത്? ഒന്നുകിൽ ജീവിക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ ജീവിക്കത്തില്ലെന്ന് പറയണം. പക്ഷെ അവൻ എന്തോ മറുപടി പറഞ്ഞത്? നീ അറിയുന്നു ദൈവമേ. ഹല്ലേലൂയ. കാരണം യെഹെസ്കേലിന് അറിയാം, എൻ്റെ മാനുഷികമായ വാക്കുകൾക്കോ എൻ്റെ മാനുഷികമായ ചിന്തകൾക്കോ ഇടപെടലുകൾക്കോ ഇവിടെ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവപ്രവൃത്തി നടക്കാൻ സാധ്യതയില്ല. പിന്നെയോ ദൈവഹിതപ്രകാരമുള്ളൊരു മറുപടി ഞാൻ പറയാം. ദൈവമേ, നീ അറിയുന്നു, നീ അറിയുന്നു, നീ അറിയുന്നു. കാരണം ഈ താഴ്വരയിലെ ഈ അസ്ഥികൾ സൈന്യമാകണമോ എന്നുള്ളത് എൻ്റെ ഇഷ്ടത്തിനകത്തുള്ള കാര്യമല്ല, ദൈവമേ അങ്ങയുടെ ഹിതത്തിനകത്തുള്ള കാര്യമാണ്. ഇതാർക്കങ്ങ് ഇഷ്ടമായി? സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമായി. എന്നിട്ട് അതേ യെഹെസ്കേലിനോട് ദൈവം പറയുകയാണ്, നിന്നെ ഞാനൊരു സൈന്യമാക്കുവാൻ പോവുകയാണ്, നിന്നെ ഞാനൊരു സൈന്യമാക്കുവാൻ പോവുകയാണ്. നിൻ്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാരെ സൈന്യമായിട്ട് ദൈവം നിർത്തുവാനായിട്ട് പോവുകയാണ്. നോക്കിയേ, ഇവിടെ നമ്മളെന്താ കാണുന്നത്? ഹല്ലേലൂയ. അവൻ പ്രവചിക്കുകയാണ്. ഒരു സാധ്യതയുമില്ലാത്ത ചില വിഷയങ്ങളെ നോക്കി. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രാപിച്ച വചനം. ദൈവത്തിൻ്റെ നാവായിട്ട് മനുഷ്യരോട് സംസാരിക്കുന്നവനാണ് പ്രവാചകൻ. മനുഷ്യരുടെ നാവായിട്ട് ദൈവത്തോട് സംസാരിക്കുന്നവനാണ് പുരോഹിതൻ. പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങൾ ആരൊക്കെയാ? പ്രവാചകന്മാരും പുരോഹിതന്മാരും. ഒരേ സമയം ദൈവത്തിൻ്റെ നാവായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. രണ്ട്, മനുഷ്യരുടെ ശബ്ദമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, എന്താ സംഭവിക്കുന്നത്? അസ്ഥിയോട് വന്നു ചേർന്ന് ഞരമ്പ് മാംസം വെച്ച് പിടിപ്പിച്ച് ഒരു സൈന്യമായി നിവർന്നു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളെ, അകന്നുപോയ ചില ബന്ധങ്ങളെ, ഇനി ഒരിക്കലും ചേരത്തില്ലെന്ന് പറയുന്ന ചില ബന്ധങ്ങളെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവിനാൽ മടക്കി തന്ന് ഊട്ടി ഉറപ്പിച്ചൊരു സൈന്യമാക്കി നിർത്തുവാൻ പോകുന്നു. ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിലും സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളോട് ഇടപെട്ട ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളോട് സംസാരിച്ച ദൈവാലോചനയ്ക്കായിട്ട് സ്തോത്രം. അസ്ഥി താഴ്വരകളെ, അസ്ഥി കൂട്ടങ്ങളെ അവിടുന്ന് ഒരു സൈന്യമായി നിലനിർത്തുന്നു എന്നുള്ള സന്ദേശമാണല്ലോ ഞങ്ങളെ കേൾപ്പിച്ചത്. ഈ സന്ദേശത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ വചനത്തിൻ്റെ വെളിപ്പാടുകൾ അവിടെ ജീവിതത്തിൽ നിറവേറട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.